തിയേറ്ററിൽ ഒന്ന് കാണുമ്പോൾ? കഥയും എല്ലാ സീനും നമുക്ക് അറിയുന്നതാണ്, പക്ഷെ എന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. കുറച്ച് സീൻസ് തിലകന്റെ ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും, കാരണം നമ്മൾ ട്രോളായി കണ്ട് കണ്ട് അതിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. വേറെ പ്രശ്നമില്ല. അപ്പ് സ്കെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇത് എനിക്കൊന്ന് ഒരുപാട് അടിപൊളി 3:4 ആണ്, എന്നാലും കുഴപ്പമില്ല, സൂപ്പർ ആയിരുന്നു. ഇപ്പൊ അപ്പ് സ്കെയിലൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? കുറെ നാളുകൾക്കൊക്കെ ശേഷം വീണ്ടും വന്ന് ഇത് കാണുമ്പോ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് അപ്പ് സ്കെയിലൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. 31 കഴിഞ്ഞിട്ട് പടം വീണ്ടും വരിക. അന്ന് നമുക്ക് എന്താ പറയുക, ഒരു 3-4 വയസ്സുള്ളൂ, പക്ഷേ അങ്ങനെയുള്ള 31 വയസ്സുള്ള കാലഘട്ടത്തിൽ കാണാൻ പറ്റിയത് സന്തോഷമാണ്. പുതിയ ഒരു ക്വാളിറ്റിയിലെ പടം വെച്ച് പ്ലെയർ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ക്വാളിറ്റി കൂടി കാണാൻ പറ്റും. അതിന്റെ ഓരോ സെക്കൻഡ് നമുക്ക് എന്താ പറയുക, നമുക്ക് സീറ്റ് ഇരിക്കാനായിട്ട് പറ്റില്ല. അതേപോലത്തെ ഒരു അവസ്ഥ. ഇപ്പൊ ദേവദൂതൻ ഇറങ്ങി, ഇപ്പോ മണിച്ചിത്താഴ് ഇറങ്ങി, ഇനി അടുത്ത പടം ഏത് പടം ഇനി കാത്തിരിക്കണം? ഇതേമാതിരി ഈ മാസം അപ്പ് സ്കെയിലൊക്കെ ചെയ്തു വന്ന ഈ ഒരു ഓഡിയോ വീഡിയോ എല്ലാം അത് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. ഡൗൺലോഡ് ചെയ്ത് ക്ലാരിറ്റി വീഡിയോ ഓഡിയോ എല്ലാം ഇവിടെ ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളിതൊന്നും തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ആഫ്റ്റർ 31 ഇയേഴ്സ് നമ്മൾ എപ്പോൾ കണ്ടാലും ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിനിമയാണ്. എപ്പോൾ നമ്മൾ ടി വിയിൽ വന്നാലും കാണുന്ന ഒരു സിനിമയാണ്. സോ അപ്പോൾ അത് തിയേറ്ററിൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ കാണാൻ പറ്റുമെന്നുള്ളൊരു ഭയങ്കര വലിയൊരു സന്തോഷം. വളരെ നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹ്യൂമേഴ്സിനൊക്കെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? തിയേറ്റർ റെസ്പോൺസ് വാസ് വെരി ബ്രില്യൻറ്റ്. നമ്മൾ അത്രയും എൻജോയ് ചെയ്യുന്നവരാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാവരും അത്രയും എൻകറേജിങ്, അത്രയും റെസ്പോൺസ് ആയിരുന്നു. അത് ആ ഒരു റെസ്പോൺസിലും ആ തിയേറ്റർ റെസ്പോൺസിൽ ഇപ്പോഴും നമ്മളത് കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തവണ കണ്ടാലും എന്താ പറയുക, ഫ്രഷ്നെസ് അതേപോലെ തന്നെ അത്രയും ചിരിയും എല്ലാത്തിനും കയ്യടിയും ക്ലാസും എവറിത്തിങ് വാസ് ടു ഗുഡ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെ അത് പോകാതിരിക്കാതെ സൗണ്ട് ക്വാളിറ്റി പുതിയത് ആഡ് ചെയ്തതാണെങ്കിൽ ചിലപ്പോൾ ഒരു ഞെട്ടലൊക്കെ നമുക്ക് നല്ലോണം അനുഭവപ്പെടുന്നത്. അത് ഭയങ്കര പെട്ടെന്ന് അവസാനം അതൊക്കെ അതാണ് മെയിൻ. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് തീരരുത് എന്നുള്ളൊരു അതാണല്ലോ അതിന്റെ ലാസ്റ്റ് ആ ഒരു എൻഡിങ് ഭയങ്കര ഫീലായി. അടിപൊളിയാണ്. ഞാൻ ടി വി കണ്ടതാണ് ഇത് വല്ല ആ ഒരു ഫീലിംഗ് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഇറങ്ങിയ പോലെ കാണാൻ പറ്റും. അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് മണിച്ചിത്താഴ് എന്ന് പറയുന്നത്. ഓൾ ടൈം ടോപ്പ് 5 മലയാളം സിനിമകൾ എടുത്താൽ പോലും അതിൽ വരുന്ന ഒരു സിനിമയാണ് മണിച്ചിത്താഴ്. നമുക്ക് മണിച്ചിത്താഴിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ട. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഇത് വരുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും മൊബൈൽ സ്ക്രീനിലും ടി വിയിലും കണ്ടിട്ട് അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അതിപ്പോൾ അങ്ങനെയല്ല. എന്നിപ്പോൾ സ്പടികം കഴിഞ്ഞു, ദേവദൂതം കഴിഞ്ഞ് അവരൊക്കെ തെളിയിച്ചെങ്കിലും മണിച്ചിത്താഴ് ഇത്രയധികം ആൾക്കാർ കണ്ടിട്ട് നമ്മളും മുൻപ് കണ്ടിട്ട് അത് സ്ക്രീനിൽ വരുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്, ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇത് അടുത്ത സെക്കൻഡ് ഇന്നാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ചില അതിനകത്ത് ഒരു പാത്രം വീഴുമ്പോഴും അങ്ങനെയുള്ള സൗണ്ടുകൾ വരുമ്പോൾ ഇപ്പോഴും അതേ ഞെട്ടലോടുകൂടി അതേ ഫ്രഷ്നസോടുകൂടി അതുപോലെ തന്നെ പാട്ടിൻ്റെ ഒരു ഗാംഭീര്യം ആ ഒരു സറൗണ്ട് സൗണ്ടിൽ അതിഗംഭീരമാണ്. അപ്പോൾ മുൻപ് നമ്മളിത് കണ്ടു എന്ന് വെച്ചിട്ട് ഇത് കാണാതിരിക്കരുത്. കാരണം നമ്മളൊരു സ്മോൾ സ്ക്രീനിൽ കാണുന്ന പോലെയേ അല്ല നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ്. ആ പണ്ടത്തെ കാലത്തേക്കുള്ള ഒരു റീവിസിറ്റാണ്. കാരണം നമ്മൾ ഇത്രയും കാലം കണ്ട ഒരുപാട് ഈ ഒരു കാലഘട്ടത്തിൽ സിനിമയെ അല്ല മനസ്സിലാക്കാറ്. പക്ഷേ അതേ ഫ്രഷ്നസ് ഇപ്പോഴും നിലനിർത്തുക എന്ന് പറയുന്നതാണ് അവർ ഈ ടൈംലെസ് ക്ലാസിക് എന്ന് അവർ രണ്ടാമത് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നമ്മുടെ മൺമറഞ്ഞു പോയ പ്രഗത്ഭരായ താരങ്ങളെ വീണ്ടും കാണുമ്പോൾ അത് ഒരു മിക്സഡ് ഇമോഷനാണ്. നമുക്ക് സന്തോഷവും ഇവരില്ല എന്നുള്ളൊരു സങ്കടവും ഉള്ള ഒരു അടിപൊളിയാണ്. ഇപ്പൊ ദേവദൂതൊക്കെ ഇറങ്ങിയപ്പോ കുറച്ച് സീൻസ് കട്ടായി പോയിണ്ടായിരുന്നു. ഈ മൂവിയിൽ അങ്ങനെ കട്ടായിട്ട് എന്തെങ്കിലും പോയിണ്ടായിരുന്നു? അങ്ങനെ പോയിട്ടില്ല. ദേവദൂതന്റെ എന്താണ് പറഞ്ഞത്, ദേവദൂതന്റെ ആ ഒരു കട്ടായുള്ള ഒരു കാരണവും അതിന്റെ സിനിമയിൽ പറഞ്ഞിരുന്നത്. കാരണം ആ ഒരു കംപ്ലീറ്റ്ലി ഹൊറർ ആ ഒരു മിസ്റ്ററി മൂഡ് ക്രിയേറ്റ് ചെയ്ത പടത്തിലുണ്ടായിരുന്ന ചില കോമഡി രംഗങ്ങളാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. അല്ലാതെ ഈ മൂവി ഇപ്പൊ ഫുൾ ലെങ്ത് ഉണ്ട്, ഇതിപ്പോ ഫുൾ ലെങ്ത് ആയിട്ടുണ്ട്. പക്ഷേ ഈ ദേവദൂതന്റെ ആണ് ക്ലാരിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ദേവദൂതന്റെ 4K എഡിറ്റാണ് ഏറ്റവും ബെസ്റ്റ് ആയത്. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ അന്ന് അത് റെക്കോർഡ് ചെയ്തതും അതൊക്കെ കുറച്ചുകൂടി ഡിജിറ്റലി പുരോഗമിച്ച കാലത്താണ് ദേവദൂതം വന്നത്.
ഇതൊരു എന്താണ് അതിനും വളരെ മുൻപേ വന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അത്രയും ആ ഒരു ഫുൾ ലെങ്ത് വരുന്നില്ല. നമ്മുടെ റെസൊല്യൂഷൻ ഒരു 3/4 എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമുക്ക് ഫുൾ സ്ക്രീൻ ഇതിലല്ല വരുന്നത്. എന്താണെങ്കിൽ തന്നെയും ആ സൗണ്ട് ക്വാളിറ്റി അതേ ലെവലിൽ വന്നിട്ടുണ്ട്. ആ DTS ക്വാളിറ്റിയിൽ അതിഗംഭീര എക്സ്പീരിയൻസ് ആണ്. അവിടെ തിലകൻ സാർ നെടുമുടി, ഇന്നസെന്റ്, KPS ഇങ്ങനെയുള്ള നമ്മൾ ഇവരൊന്നും വിട്ട് പിരിഞ്ഞിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ഒരു സൗന്ദര്യം. കാരണം ഇവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ആ ഒരു ഫീലിംഗ് കൂടി തന്നു. ടൈംലെസ് ക്ലാസ്സുകൾ എന്താണ് ഇപ്പോഴത്തെ ജനറേഷനും ഓരോ സീനും ഒന്നാമത് കൂടുതൽ പേരും വാട്സപ്പ് ഇതിലൊക്കെ വരുന്ന ഇമോജീസൊക്കെ ഇപ്പോഴും മണിച്ചിത്രത്താഴ്, ഗോഡ് ഫാദർ ഇതുപോലുള്ള സിനിമകളാണ്. അപ്പോൾ ആ ടൈംലെസ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒരു അതിഗംഭീര അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. വീണ്ടും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. അന്ന് ഇതുപോലെ റിവ്യൂ ഒന്നും കൊടുക്കാൻ പറ്റിയാലും സന്തോഷം. താങ്ക് യു.